നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു ചോയ്സ് എടുക്കുക, ഒരു തീരുമാനം എടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഈ ഒരു സെപ്പറേഷൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുക എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ സെപ്പറേഷൻ അവർക്ക് ഒരുപാട് നാളുകളായിട്ട് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ പോവാണ്. അതിൻ്റെ പേരിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവർ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ഈ ഒരു സാഹചര്യം മുന്നോട്ട് കൊണ്ടുപോകണമോ, നമുക്ക് ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ട് എടുത്തുകൂടെ എന്ന് അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ആൻഡ് യെസ്, അവരായിട്ട് തന്നെ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് തന്നെ അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയും, നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയും എന്ന് നിങ്ങളോട് അവർ പറയുകയാണ്. ആൻഡ് യെസ്, തീർച്ചയായിട്ടും ഇതിൽ ഒരാൾക്കാണ് സ്നേഹം കൂടുതൽ എന്ന് അവർ പറയുകയാണ്. അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അത്ര പോലും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യവും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് പലപ്പോഴും ഇതൊരു വൺ സൈഡഡ് ലവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, ആൻഡ് യെസ്, അവർ ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, ആ ഒരു ഒത്തൊരുമ, നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നു ചേർന്ന സമയം മുതൽ അവരത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷങ്ങൾ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നതും ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇനിയും എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. ഈ ഒരു കണക്ഷൻ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്ത് തീർക്കാനുണ്ട്, പറയുവാനുണ്ട്, തുറന്ന് സംസാരിക്കാനുണ്ട് എന്നൊക്കെയാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. യെസ്, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നാണ്, ഒരു ഫിസിക്കൽ അട്രാക്ഷൻ പോലും ഈ ഒരു സമയത്ത് തോന്നാണ്. ദാറ്റ് മീൻസ് അവർ നിങ്ങളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ അവർക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് തന്നെയാണ് ഈ മെസ്സേജിൽ വരുന്നതും. അവർക്ക് നിങ്ങളോട് നേരിൽ കണ്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, യെസ്, തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം എനർജി ആണെന്നാണ് കാണുന്നത്. ആ ഒരു ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അരികിലേക്ക് വന്ന് ചേരുകയാണ്. ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ അരികിലെ വന്ന് ചേരും. ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ലൈഫ് ജേണിയിൽ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം മാത്രമാണ്. ഈ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരും ഓവർകം ചെയ്യും. ഈ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ഇനിയും തിരികെ വരും. ആ സമയത്ത് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക, നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കുക എന്നാണ് ആ വ്യക്തിയും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. മേജർ ചേഞ്ചസ്, മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, പക്ഷെ അതിലെല്ലാം ഒരു മാറ്റമാണ് വരുന്നത്. അത്രയധികമായിട്ടുള്ളൊരു മാറ്റം, ഒരു കംപ്ലീറ്റ് ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. വലിയ മാറ്റമാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ കാണുന്നുണ്ടാവാം. വൈറ്റ് ബട്ടർഫ്ലൈസ് ആയിട്ടോ വൈറ്റ് ഫെതേഴ്സ് ആയിട്ടോ വൈറ്റ് ബേർഡ്സ് ആയിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വൈറ്റ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത്, നിങ്ങൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് തന്നെ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒത്തിരി ചോദ്യങ്ങളുണ്ട്. അതിനെല്ലാമുള്ള ആൻസർ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുകയാണ്. യുവർ ആൻസർ ഈസ് ഹിയർ. ഓക്കെ, അപ്പോൾ നിങ്ങളെ എന്തിനാണ് ഈ പേഴ്സൺ ഇത്രയധികം വേദനിപ്പിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ എന്തിനാണ് അവർ ഒഴിവാക്കുന്നത്, അവഗണിക്കുന്നത് എന്നുള്ള ഒത്തിരി ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിനെല്ലാമുള്ള ആൻസർ നിങ്ങളുടെ അരികിൽ വന്നു ചേരും. നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ പറയും ആ ഒരു കാര്യം, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് അവർ നിങ്ങളോട് പറയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു സ്നേഹത്തിന് അർഹയാണ് അല്ലെങ്കിൽ അർഹനാണ്. അത്രയധികം സെൻസിയർ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിയെ പ്രണയിക്കുന്നത്.
അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് തന്നെ അറിയാം നിങ്ങൾ ഈ ഒരു പ്രണയം ഡിസേർവ് ചെയ്യുന്നു, ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരും. ഓക്കെ, ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് until ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ലവ് യു. ഓക്കെ, ഡെഫിനറ്റ്ലി അവർ നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചത് അവരുടെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചു ചേരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ട് അവര് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. നിങ്ങളെ നേരിട്ട് കാണാൻ അവർ ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരും എന്നുള്ളതിന്. നിങ്ങൾ പോലും അറിയാത്ത അത്രയധികമായിട്ടുള്ള ഒരു സ്നേഹം അവരുടെ മനസ്സിലുണ്ട്. അത്രയധികം സീക്രട്ടായിട്ട് തന്നെ ആ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. മേ ബി നിങ്ങളോട് അവർ എത്രമാത്രമാണ് അവരുടെ സ്നേഹം എന്നുള്ളത്, ആ ഒരു ഡെപ്ത് നിങ്ങളോട് അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഐ വോണ്ട് ടു സീ യു, ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ്. ഓക്കെ, അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഐ മിസ് യു വെരി ബാഡ്ലി, യുവർ സൈലൻസ് ഈസ് കില്ലിങ് മീ. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് അവരെ ഒരുപാട് ഒരുപാട് വേദനിപ്പിക്കുന്നുമുണ്ട്. ഓക്കെ, ആൻഡ് പ്ലീസ് ഫോർഗീവ് മീ, ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്. ഓക്കെ, അവരായിട്ട് തന്നെ നിങ്ങൾ ഒരുപാട് രീതിയിൽ അവഗണിച്ചിട്ടുണ്ട്. അത് അവരുടെ തന്നെ ഒരു മിസ്റ്റേക്ക് ആണെന്നുള്ളത് ഇപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്യാണ്. ആൻഡ് ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മാറുന്നത് വരെയും അവർ ഈ ഒരു സാഹചര്യത്തോട് പൊരുതിക്കൊണ്ടേയിരിക്കും എന്ന് നിങ്ങളോട് പറയാണ്. ആൻഡ് ഐ ഫീൽ സോ ഹെൽപ്ലെസ്, ഐ ആം ഇൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഐ വോണ്ട് ടു ബി വിത്ത് യു. ഓക്കെ, ഇപ്പോൾ അവർ ലൈഫിൽ അവരൊരു ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഒരുമിച്ച് ഉണ്ടാവണം എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഇപ്പോൾ അവരൊരു നിസ്സഹായമായിട്ടുള്ള സാഹചര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഐ ഫീൽ ഗിൽറ്റി ഓഫ് വാട്ട് ഐ ഹാവ് ഡൺ, ഐ ഫീൽ ഹെൽപ്ലെസ്. ഓക്കെ, അവരിപ്പോൾ ഹെൽപ്ലെസ് ആണെന്നുള്ളതാണ് വീണ്ടും വീണ്ടും നമുക്ക് വരുന്ന മെസ്സേജ്. ഓക്കെ, അവർ ചെയ്തു പോയ തെറ്റിൽ അവർക്കിപ്പോൾ ഒരുപാട് പശ്ചാത്താപമുണ്ട്. ഓക്കെ, ആൻഡ് ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ് മീ. ഓക്കെ, നിങ്ങൾ അവരെ ഉപേക്ഷിച്ച ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളായിട്ട് പറഞ്ഞു പോയൊരു വാക്കോ അല്ലെങ്കിൽ അവർ പറഞ്ഞു പോയൊരു വാക്കിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളാവാം. ഓക്കെ, അതെല്ലാം ഇപ്പോൾ അവർക്ക് ഒരുപാട് കുറ്റബോധം അവരിൽ ഉണ്ടാക്കുന്നു എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. ഐ കാൺട്ട് ഫേസ് യു റൈറ്റ് നൗ. ഓക്കെ, അപ്പോൾ അത്രത്തോളം ഉള്ള പ്രോബ്ലംസ് നിങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ.